വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വരുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അടുക്കളയിൽ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ വയറും മനസ്സും എല്ലാം ഒരേപോലെ നിറയും കേട്ടോ. അപ്പോൾ ഇന്നെനിക്ക് കഴിക്കാനായിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചൊരു ഐറ്റമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ചേമ്പില്ലേ, ചേമ്പും കാച്ചിലും നമ്മുടെ ചേമ്പിൻ്റെ നടുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി കുറച്ചെടുത്ത് ഒന്ന് പുഴുങ്ങി വെച്ച് കേട്ടോ. എന്നിട്ട് ഒരിത്തിരി ചമ്മന്തി ഉണ്ടാക്കി വെച്ചു. നല്ല കട്ടൻ കാപ്പിയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഉച്ചയൂണ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വിശന്നിട്ടൊക്കെയാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. ഇത് കണ്ടപ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇതേപോലെ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വിഷമമൊക്കെ മനസ്സിലാവുന്നത്. നമ്മൾ രാവിലെ ജോലികളൊക്കെ തീർത്തിട്ട് ഇറങ്ങിപ്പോയിട്ട് വന്ന് വൈകുന്നേരവും ജോലികളൊക്കെ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നു, എല്ലാവരെയും കഴിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് നിസ്സാരമായെങ്കിലും എന്തെങ്കിലും ഒന്ന് കരുതി വെക്കാൻ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ കഴിച്ചോ, നമ്മൾ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കരുതി വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മളിനി അതെല്ലാം ഒന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് നമ്മുടെ പുഴുക്കും നമ്മുടെ ഉപ്പുമുളകും ചമ്മന്തിയൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിൽ ആ കട്ടൻ കാപ്പി അങ്ങോട്ട് ഒഴിച്ചു. ഞാൻ ആദ്യമേ എൻ്റെ സുന്ദരിമണികൾക്ക് കൊടുത്തു കേട്ടോ. അവരവിടെ നിന്ന് കൊച്ചി ടി വി കാണുമായിരുന്നേ. ഞാൻ വന്നിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഇത്തിരി നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് അമ്മ അവിടെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തിട്ട് അമ്മയ്ക്കും ഉള്ള പാത്രത്തിൽ എടുത്ത് കൊടുത്തു. ഞാനും അമ്മയും കൂടി ഇതേപോലെ ഉമ്മറത്ത് വന്നിരുന്നുണ്ട്. അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോഴും ഒരു സന്തോഷമുണ്ട്. നമ്മൾ തനിയെ ഒരിടത്ത് പോയിരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇവരൊക്കെ ഉള്ള സമയത്ത് ഇവരോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടു കൂടി കഴിക്കുമ്പോഴും മനസ്സും വയറും എല്ലാം ഒരേപോലെ നിറയും.